അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായി ഇന്ന് പുഴയിൽ തിരച്ചിൽ നടത്തും. മണ്ണിടിഞ്ഞതിന് 30 മീറ്റർ അകലെ പുഴയിൽ സിഗ്നൽ ലഭിച്ചെന്ന് സൈന്യം അറിയിച്ചു. ഗംഗാവാലി പുഴയിലെ നാവികസേനയുടെ പരിശോധനയ്ക്കായി കൂടുതൽ ഡൈവേഴ്സ് എത്തും. AK അഭിലാഷ് നൽകും വിശദാംശങ്ങൾ. അഭിലാഷ്, ഇന്നലെ തിരച്ചിൽ അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ ഏറെ പ്രതീക്ഷയൊക്കെ മങ്ങിയ ഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അർജുന്റെ വീട്ടുകാർ സംസാരിക്കുമ്പോഴും അത് തന്നെയായിരുന്നു. അമ്മയുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. ഇന്നിപ്പോൾ ഇന്നത്തെ ഒരു പരിശോധന, ഇന്നത്തെ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? എന്താണ്, ഏത് രീതിയിലായിരിക്കും ഇന്നത്തെ തെരച്ചിൽ നടക്കുക? ശ്രുതി, ഇന്നലെ കരയിലെ പരിശോധനയ്ക്ക് ശേഷം കരയിൽ അർജുന്റെ വാഹനമോ ഇല്ലെന്നുള്ള സ്ഥിരീകരണം സൈന്യത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ തന്നെ 2 സ്ഥലത്തായിരുന്നു ഇന്ന് പരിശോധന നടത്താനുള്ള തീരുമാനത്തിൽ വന്നത്. അതായത് പുഴയിലും അതോടൊപ്പം തന്നെ പുഴയോരത്തുള്ള റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തും ഇവിടെ നിന്ന് നേരത്തെ സിഗ്നൽ കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് മാന്തി ഇവിടെ പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്കായിരുന്നു എത്തിയത്. ഇതിന് പിന്നാലെയാണ് പുഴയിൽ ഏതാണ്ട് റോഡിൽ നിന്ന് 30 മീറ്റർ അകലെയായി ശക്തമായ ഒരു തിരിച്ചൽ ലഭിച്ചതായി സൈന്യം അറിയിക്കുന്നത്. പ്രത്യേകിച്ച് ഡൈവേഴ്സ് അടക്കം എത്തിച്ചുകൊണ്ട് ഇന്ന് വിശദമായ ഒരു പരിശോധന രാവിലെ മുതൽ തന്നെ അവിടെ നടത്തുമെന്നാണ് നമുക്ക് അറിയുന്നത്. അത്തരത്തിലുള്ള വിശദീകരണമാണ് ഇന്നലെ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ വാഹനത്തെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പ്രത്യേകിച്ചും ശക്തമായ സിഗ്നലാണ് ഈ പുഴയുടെ 30 മീറ്റർ അകലെ നിന്ന് ലഭിച്ചത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ചെളിയിൽ പുറഞ്ഞു പോകാനുള്ള സാധ്യതയാണ് ഈ വാഹനം ചെളിയിൽ പുറഞ്ഞു പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും അവിടെ വിശദമായ പരിശോധന കറക്റ്റ് ലൊക്കേറ്റർ 120 ഡീപ് സെർച്ച് മൈൻ ഡിറ്റക്ടറും ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയാവും ഇവിടെ നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഉച്ചയോടുകൂടി തന്നെ ഒരു ഫലം ഉണ്ടാവും, ഒരു പോസിറ്റീവായ ഒരു ഫലം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതേസമയം സൈന്യം ഇന്നലെ മടങ്ങിപ്പോകുമെന്നുള്ള ചില വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ സൈന്യം വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ തുടരും, പരിശോധന അവസാനിപ്പിച്ചതിന് ശേഷം മാത്രമേ പോകൂ എന്നുള്ള കാര്യമാണ് സൈന്യം പറയുന്നത്. ഏതായാലും ഇന്ന് ഉച്ചവരെയുള്ള സമയം വളരെ നിർണായകമാണ്. അതേസമയത്ത് ഈ പ്രദേശത്ത് ഇപ്പോൾ മഴ പെയ്യുന്നുമുണ്ട്. സുധി തന്നെയാണ്. ഷിരൂരിൽ മഴ തുടരുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് ഇത് പ്രതികൂലം തന്നെയാണ്. ഏതായാലും ഗംഗാവാലി പുഴയിലായിരിക്കും ഇന്ന് സൈന്യം തിരച്ചിൽ തുടരുക. പ്രതീക്ഷയോടുകൂടിയുള്ള തെരച്ചിൽ തന്നെയാണ് തുടരുന്നത്. പ്രധാനമായിട്ടും ഇന്നലെ കരയിലൊക്കെ നടത്തിയ തെരച്ചിലിൽ കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെ ഒരു ഘട്ടത്തിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. എന്തോ കണ്ടെത്തി എന്നുള്ളൊരു സാന്നിധ്യം തെളിഞ്ഞു എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് നാവികസേനയുടെ പരിശോധനയ്ക്കായി കൂടുതൽ ഡൈവേഴ്സും എത്തുന്നുണ്ട്. AK അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്.